ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നോക്കൗട്ട് എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് മറ്റൊരു എപ്പിസോഡിൽ ഓൾറെഡി പറഞ്ഞിരുന്നൊരു കാര്യം ഞാൻ വീണ്ടും പറയുവാണ്. പെർഫെക്റ്റ് ആൻഡ് ലൈനേഴ്സിൻ്റെ എപ്പിസോഡ് ഫുൾ കോപ്പിറൈറ്റ് ആണ്. എല്ലാ എപ്പിസോഡിലും കോപ്പിറൈറ്റ് ഉണ്ടായിരുന്നു. എന്നാലും എങ്ങനെയൊക്കെ എഡിറ്റ് ചെയ്ത് മാറ്റി ഇട്ടതായിരുന്നു. എന്നാൽ ഞാൻ വേറൊരു എപ്പിസോഡിൽ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഫൈനൽ ഇയർ ആയതുകൊണ്ട് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് ടൈം കിട്ടുന്നില്ല. അതായത് വീണ്ടും എഡിറ്റ് ചെയ്ത് വീണ്ടും അത് ശരിയാക്കിക്കൊണ്ടിരിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പെർഫെക്റ്റ് ആൻഡ് ലൈനേഴ്സ് നിർത്തിയത്. എന്നാലും അത് പറഞ്ഞിട്ടും വീണ്ടും കുറച്ച് പേര് അത് ഇടുന്നില്ലേന്ന് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ചും കൂടെ പറയുന്നത്. സോ ഇപ്പോൾ എനിക്കത് എന്തായാലും കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. പിന്നീട് എപ്പോഴെങ്കിലും കോപ്പിറൈറ്റ് മാറി ശരിയാവുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അപ്പോൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് കിടക്കാം. കഴിഞ്ഞ എപ്പിസോഡ് എൻ്റെ സ്ഥലത്താണ് ഈ ഒരു എപ്പിസോഡ് സ്റ്റാർട്ടാവുന്നത്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കീനാണെങ്കിൽ തണ്ണിൻ്റെ അടുത്ത് നിനക്ക് വേണ്ടിയിട്ടൊരു മാച്ച് സെറ്റായിട്ടുണ്ട്, അത് ടൈഫൂണുമായിട്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പം തന്നെ തണ്ണാണെങ്കിൽ ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ കീനും പെട്ടെന്ന് തന്നെ കുളിച്ചോണ്ട് നിന്നുകൊണ്ട് അവനും ഡ്രസ്സിട്ട ശേഷം നേരെ അവൻ്റെ പുറകെ പോകുന്നുണ്ട്. എന്നിട്ട് തണ്ണിൻ്റെ അടുത്ത് നീ ഈ മാച്ച് എടുക്കണം, അല്ലെങ്കിലേ മാച്ചൊന്നും കിട്ടാറില്ല, നമ്മുടെ ഈ ഒരു ക്യാമ്പിൽ മാച്ചസ് ഒന്നും വരാറില്ല, ഇവിടെ ഉള്ള ബോക്സേഴ്സിൽ ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്ന ബോക്സർ നീയാണ്, നിനക്കിപ്പോൾ ടൈഫൂണാണ് ഏറ്റവും മാച്ചായിട്ട് വരുന്നൊരു ബോക്സർ, അവനുമായിട്ട് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്യാമ്പിനും നല്ല പൈസ കിട്ടും, നിനക്കും പൈസ കിട്ടും, പിന്നെ ഇനി അങ്ങോട്ട് കുറേ മാച്ചുകൾ കിട്ടാനും ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ തന്നാണെങ്കിൽ ഇല്ല, ഞാൻ അവനോട്ട് ഒരിക്കലും ഫൈറ്റ് ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം പെച്ച് വന്നിട്ട് ഇത്രയും ലേറ്റായില്ലേ, നിങ്ങളൊരു ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ഒന്നുമില്ല അങ്കിൾ, ഞങ്ങൾ ഇപ്പം തന്നെ പോയി കിടന്ന് ഉറങ്ങിക്കോളാന്ന് കീൻ തിരിച്ച് പറയുന്നുണ്ട്. അങ്ങനെ റൂമിലെത്തുമ്പോഴത്തേക്കും കീൻ ഇപ്പോഴും അവിടെ തന്നെ കിടക്കുന്നുണ്ട്. തണ്ണ് ഷീറ്റും എല്ലാം എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകാനായി തുടങ്ങുന്നുണ്ട്. എന്നാൽ കീനാണെങ്കിൽ നീ ഇവിടെ നിൽക്ക്, പോകണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ തണ്ണ് അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, കീനെ മാറ്റി നിർത്തിയിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. കീൻ അവനെ ഫോളോ ചെയ്യാനായി തുടങ്ങുന്നുണ്ട്. എന്നാൽ അത് മനസ്സിലായിട്ട് തണ്ണ് എന്നെ ഫോളോ ചെയ്യർത്തെന്ന് ദേഷ്യത്തിൽ തന്നെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയം കീനും നല്ല ദേഷ്യം വരുന്നുണ്ട്. അതിനുശേഷം തണ്ണിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ സോഫയിൽ കിടക്കുകയാണ്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും അവൻ ഉറങ്ങാനായിട്ട് പറ്റുന്നില്ല. അങ്ങനെ അവൻ എഴുന്നേറ്റിട്ട് അവിടെ ചുമരിൽ വെച്ചിരുന്നൊരു ഫോട്ടോ ചെന്ന് നോക്കുന്നുണ്ട്. അത് അവനും ടൈഫൂണും ഒരുമിച്ചുണ്ടായിരുന്നൊരു ഫോട്ടോ ആയിരുന്നു. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം രാവിലെ തന്നെ തണ്ണാണെങ്കിൽ ജോഗിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അവിടെ വെച്ചിട്ട് അവൻ ടൈഫൂണിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. അവൻ മൈൻഡൊന്നും ചെയ്തില്ല ടൈഫൂണിനെ. അവനെന്നെ എക്സസൈസ് ചെയ്ത് ഒരിടത്ത് ചെന്ന് നിൽക്കുമ്പോഴത്തേക്കും ടൈഫൂണും അങ്ങോട്ടേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. തണ്ണങ്ങനെ നിനക്ക് എന്താ വേണ്ടേ, നീ എന്തിനാ എൻ്റെ പുറകെ വരുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും ടൈഫൂണാണെങ്കിൽ ഞാൻ നിൻ്റെ പുറകെ വരുന്നതെന്നല്ല, നീ ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ഇവിടെയാണെന്ന് കരുതിയിട്ട് എനിക്കിവിടെ വരാനൊന്നും പാടില്ലല്ലോ, പിന്നെ ഞാനുമായിട്ട് നീ ഫൈറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞത് അതെന്തുകൊണ്ടാണ്, ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത് നിനക്ക് അത്രയ്ക്ക് താല്പര്യമില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും തണ്ണ് ഇല്ല എന്ന് പറയുന്നുണ്ട്. ടൈഫൂൺ അപ്പോൾ നീ ഇപ്പോഴും എന്നെ ഭയങ്കര ചെറുതാക്കിയാണല്ലേ കാണുന്നത്, നീ ഭയങ്കര സെൽഫിഷ് ആണെന്ന് പറഞ്ഞിട്ട് അവിടെ ദേഷ്യത്തിൽ പോകുന്നുണ്ട്. മുൻപ് ഇവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കട്ടാവാൻ മാത്രം ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയത്തില്ല, പക്ഷേ ഒരു സീരിയസ് കാര്യമാവാൻ ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും പിന്നീട് കാണിക്കുന്ന കീനെയാണ്. ഇതുവരെയായിട്ട് തന്നെ അവൻ്റെ ജോഗിങ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരാത്തതുകൊണ്ട് തന്നെ ഡാർവിൻ്റെ അടുത്തേക്ക് എന്നിട്ട് തണ്ണെന്താണ് ഇതുവരെ തിരിച്ചു വരാത്തേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഡാർവിനാണെങ്കിൽ ഇവിടെ പ്രാക്ടീസ് തുടങ്ങുന്ന ടൈം എത്രയാണെന്ന് നിനക്ക് അറിയത്തില്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം കീൻ അതൊക്കെ എനിക്കറിയാം, പക്ഷേ ആ ഒരു സമയം കഴിയാറായല്ലോ, പിന്നെ എന്താണ് അവൻ ഇതുവരെ വരാത്തത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അതേ ടൈമിൽ തന്നെ കഴിഞ്ഞ ദിവസം ടൈഫൂണുമായിട്ട് മാച്ച് ഫിക്സ് ചെയ്ത കാര്യം തണ്ണിൻ്റെ അടുത്ത് പറഞ്ഞ് അവനെ കീൻ സമ്മതിപ്പിച്ചിട്ടുണ്ടായിരിക്കും എന്ന് കരുതിയിട്ട് ഡാർവിൻ നീ കീനെ സമ്മതിപ്പിച്ചോ, എങ്ങനെയാണ് സമ്മതിപ്പിച്ചത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം കീൻ ഇതുവരെയായിട്ട് സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാ അവന്. അതുകൊണ്ട് തന്നെ കീനാണെങ്കിൽ ആ ഒരു വിഷയം മാറ്റിവിട്ടിട്ട് ശരിക്കും ടൈഫൂണും തണ്ണും തമ്മിൽ എന്താണ് സംഭവിച്ചത്, അവർ മുമ്പ് നല്ല ഫ്രണ്ട്സ് ആയിരുന്നു എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം അവിടെ ഇരിക്കുന്നൊരു ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് അവർ ആക്ച്വലി ഭയങ്കര കട്ട ഫ്രണ്ട്സ് ആയിരുന്നു, നീ ഇപ്പോൾ തണ്ണിൻ്റെ റൂമിലല്ലേ സ്റ്റേ ചെയ്യുന്നത്, മുമ്പ് തണ്ണും ടൈഫൂണും ഒരുമിച്ച് ആ റൂമിലായിരുന്നു സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്, എൻ്റെ സംശയം അവർക്കിടയിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നാണ് എന്നിങ്ങനെ പറഞ്ഞു തുടങ്ങുന്നുണ്ട്. എന്നാൽ ആ ടൈമിൽ തണ്ണ് വരുന്നത് കാണുന്നത് ബാക്കിയൊന്നും കേൾക്കാതെ നിൽക്കാതെ പെട്ടെന്ന് തന്നെ കീൻ അവിടെ നിന്ന് നേരെ തണ്ണിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ അവൻ്റെ അടുത്ത് നിന്നിട്ട് നീയാണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ ആലോചിച്ച് നോക്ക്, ഈ ഒരു ക്യാമ്പിന് വേണ്ടിയിട്ടാണ് അതൊക്കെ, നല്ല മാച്ചൊക്കെ കിട്ടണ്ടേ, നീ ടൈഫൂണായിട്ട് ഒന്ന് ഫൈറ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ആ സമയത്ത് ഇനി നീ വേറൊന്നും പറയണ്ട, ഞാൻ ഫൈറ്റ് ചെയ്യാൻ റെഡിയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം പെട്ടെന്ന് കീനും ഇവൻ്റെ മനസ്സ് മാറിയാണ്ടിട്ട് പെട്ടെന്ന് എന്താ നിൻ്റെ മനസ്സ് മാറിയത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അതിന് തണ്ണ് മറുപടി കൊടുക്കുന്നില്ല. അവനാണെങ്കിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നുണ്ട്. കാരണം ഉടനെ തന്നെ ടൈഫൂണായിട്ടുള്ള ഒരു മാച്ച് നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ അന്ന് അവൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അവനുമായിട്ട് മിണ്ടാനായിട്ട് ഒത്തിരി ശ്രമിക്കുന്നുണ്ട് കീൻ. അതിന് വേണ്ടിയിട്ട് താൻ എക്സസൈസ് ചെയ്യുന്ന ടൈമിനും പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിനും ബോക്സിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്തെല്ലാം തന്നെ അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ടെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. എന്നാൽ തണ്ണ് ഓരോന്ന് കാണിച്ച് ഇവനെ പറഞ്ഞു ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവസാനം തണ്ണ് പറയുന്നുണ്ട് നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് അത്രയ്ക്ക് ആഗ്രഹമാണെങ്കിൽ എൻ്റെ കൺമുമ്പിൽ നിന്ന് മാറി നിൽക്കാനായിട്ട്. പിന്നീട് കാണിക്കുന്നത് ആ ഒരു മാച്ചിൻ്റെ ദിവസമാണ്. മാച്ചെല്ലാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ഇവർ തമ്മിലാണ് മാച്ച് എന്നറിയിക്കുമ്പോൾ കാണാനായിട്ട്
ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, റെഡിയാണ്. അങ്ങനെ രണ്ടുപേരെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ തണ്ണിനെ പറയുവാണെങ്കിൽ അവൻ ബ്ലൂ കളർ ടീമാണെന്ന് പറഞ്ഞിട്ടാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. ടൈഫൂൺ ആണെങ്കിൽ റെഡ് കളർ ടീം എന്ന് പറഞ്ഞിട്ടും. അങ്ങനെ രണ്ടുപേരും ബോക്സിംഗ് റിങ്ങിലേക്ക് കയറുന്നുണ്ട്. മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ കുറേ കാര്യങ്ങളെല്ലാം അവിടെ നിൽക്കുന്ന റെഫറിയൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ആ ഒരു മാച്ച് സ്റ്റാർട്ട് ചെയ്ത് ഇവരിങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന ടൈമിന് നമ്മൾ നേരെ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് കൊണ്ടുപോവാണ്. ടൈഫൂണും തണ്ണും ഒരുമിച്ച് ഈ ക്യാമ്പിൽ ഉണ്ടായിരുന്ന സമയം ഒരു ദിവസം ഇവർ രണ്ടുപേരും ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിന് ടൈഫൂണാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ടണ്ണാണെങ്കിൽ അവനെ പ്രാക്ടീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ടൈഫൂണിന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തണ്ണ് ശരിക്കുമുള്ള അവൻ്റെ പവർ പുറത്തെടുക്കാതെ ജസ്റ്റ് അവൻ ലോ ആയിട്ട്, അതായത് ടൈഫൂണിനെ നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇവൻ അധികം ഫൈറ്റ് ചെയ്യാതെ നിൽക്കുന്നുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് ടൈഫൂൺ പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്, എനിക്ക് നേരെ ഫൈറ്റ് ചെയ്യണം, അതുകൊണ്ട് നീയും തിരിച്ച് ഫൈറ്റ് ചെയ്യാൻ. അങ്ങനെ അവർ നന്നായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയം ടൈഫൂൺ പറയുന്നുണ്ട്, ഇവിടെ നീയാണ് നമ്പർ 1, അതെല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. ഞാനും നീ ഇവിടെ ഒരുമിച്ച് നിന്നാലും ഞാൻ എപ്പോഴും സെക്കൻഡ് മാത്രമേ ആവത്തുള്ളൂ, നിൻ്റെ പുറകിലായിരിക്കും ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ക്യാമ്പിലേക്ക് ജോയിൻ ചെയ്യാൻ പോവുകയാണെന്ന്. ഇത് കേൾക്കുമ്പോൾ തണ്ണാണെങ്കിൽ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, അങ്ങനെയൊന്നും ആരും വിചാരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതും പറഞ്ഞിട്ട് വീണ്ടും നമ്മുടെ പ്രസൻറ്റിൽ ആ ഒരു മാച്ചിലേക്ക് വരുമ്പോഴത്തേക്കും ഇപ്പോൾ തണ്ണ് നല്ലതുപോലെ തന്നെ ടൈഫൂൺ അടിച്ചിടുന്നുണ്ട്. എന്നാൽ 10 വരെ കൗണ്ട് ഡൗൺ എണ്ണിത്തീരുന്നതിന് മുമ്പേ തന്നെ അവൻ വീണ്ടും എഴുന്നേൽക്കുന്നുണ്ട്. വീണ്ടും ഫൈറ്റ് സ്റ്റാർട്ടാവുകയാണ്. അങ്ങനെ ആ ഒരു ഫൈറ്റ് നടക്കുമ്പോഴത്തേക്കും വീണ്ടും ഇപ്പം കാണിച്ച ആ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആ സമയം അതും പറഞ്ഞിട്ട് ടൈഫൂൺ പോകാനായിട്ട് തുടങ്ങുന്നതും തണ്ണ് ചെന്നിട്ട് അവനെ ഹഗ് ചെയ്യുന്നുണ്ട്. ഹഗ് ചെയ്തിട്ട് പറയുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ പോകുന്നത്, നീ അങ്ങനെ സെക്കൻഡ് ഒന്നല്ല, നീയും നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരാളാണെന്ന്. ആ സമയം ടൈഫൂൺ ആണെങ്കിൽ നിനക്കും നന്നായിട്ട് അറിയാം, ഞാനും നീയോട് ഒരുമിച്ച് നിന്നാലും എത്ര ശ്രമിച്ചാലും നീ തന്നെയായിരിക്കും എപ്പോഴും നമ്പർ 1 എന്ന്, എനിക്കൊരിക്കലും നമ്പർ 1 ആവാൻ പറ്റത്തില്ല എന്ന് പറയാണ്. അങ്ങനെ ആ ഒരു കാര്യം ഉണ്ടായിട്ടായിരുന്നു ടൈഫൂൺ ആണെങ്കിൽ ആ ഒരു ക്യാമ്പിൽ നിന്ന് പോയത്. അങ്ങനെ വീണ്ടും പ്രസൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ തണ്ണിന് ടൈഫൂൺ ഇപ്പോഴും ഫ്രണ്ടായിട്ട് കാണുന്നതുകൊണ്ടായിരിക്കും എന്തോ അവന് നേരെ ഫൈറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ആ സമയം പെച്ചു എല്ലാവരും പറയുന്നുണ്ട്, നീ ഇതിൽ നിൻ്റെ ഫീലിങ്സ് നോക്കരുത്, ഫൈറ്റ് ചെയ്യുകയാണ് വേണ്ടതെന്ന്. അത് നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. തണ്ണാണെങ്കിൽ ടൈഫൂൺ അടിച്ചിടുന്നുണ്ട്. ടൈം കഴിഞ്ഞിട്ടും ടൈഫൂണാണെങ്കിൽ എഴുന്നേൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൽ തണ്ണ് ജയിക്കുന്നുണ്ട്. അങ്ങനെ ടൈഫൂണിനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക്, കാരണം അടി കിട്ടിയത് കൊണ്ട് തന്നെ. ആ ടൈമിന് നമ്മുടെ ടൈഫൂണിൻ്റെ മാനേജർ അവിടെ ഇരുന്നിട്ട് ഇവരെ തന്നെ നോക്കിയിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. ഇതൊക്കെ കീനും ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ തണ്ണിനാണെങ്കിൽ ജയിച്ചതിൽ വലിയ സന്തോഷമില്ല, കീനിന് അതും കാണാൻ പറ്റുന്നുണ്ട്. അതേ ടൈമിൽ തന്നെ അവിടെ നിൽക്കുന്ന കുറേ ആൾക്കാർ കളിയാക്കുന്ന പോലെയായിരുന്നു കൂവിക്കൊണ്ടിരുന്നത്. ഇത് ശ്രദ്ധിച്ചിട്ട് കീനാണെങ്കിൽ നമ്മൾ കളിയിൽ ജയിച്ചില്ലേ, പിന്നെ എന്തിനാണ് ആൾക്കാരിങ്ങനെ കൂവുന്നതെന്ന് ഡാർവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ആ സമയം ഡാർവിൻ പറയുന്നുണ്ട്, അത് പിന്നെ ഈ മാച്ച് നടക്കുമ്പോഴത്തേക്കും അതിലാര് ജയിക്കുമെന്ന് പറഞ്ഞിട്ട് ഈ ബെറ്റൊക്കെ വെച്ച ശേഷം ആൾക്കാർ പൈസ ഉണ്ടാക്കുമല്ലോ. പക്ഷേ ഇന്ന് അതിനുള്ള ടൈം കിട്ടിയില്ല, അതിനു മുമ്പ് തന്നെ നമ്മുടെ ഫൈറ്റ് തീർന്നു, അതുകൊണ്ടാണ് ആ ആൾക്കാരെല്ലാവരും ഇങ്ങനെ കളിയാക്കുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ ടൈമിന് എന്തൊക്കെയായാലും പക്ഷെ നമ്മൾ ജയിച്ചില്ലേ എന്നിങ്ങനെ കീൻ പറഞ്ഞിട്ട് ഡാർവിൻ്റെ കൂടെ ഇന്ന് സന്തോഷിക്കുന്നുണ്ട്. പിന്നീട് ആ ഒരു ജയിച്ചതിൻ്റെ സന്തോഷത്തിൽ നൈറ്റ് ഫുഡ് കഴിക്കാനായിട്ട് ഡാർവിനാണ് ചിലവ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. 8 അങ്ങോട്ടേക്ക് വരുമ്പോൾ അവൻ പോകുന്നതിന് മുമ്പേ ആയിട്ട് അവനെ പിടിച്ചിരുത്തിയിട്ട് നമ്മൾ ഡാർവിൻ കഴിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആ ടൈമിൽ ഒട്ടും ഹാപ്പി അല്ലാതിരിക്കുന്ന ഒരേ ഒരാൾ അത് തണ്ണായിരുന്നു. കീനത് ശ്രദ്ധിക്കുന്നുണ്ട്. തണ്ണിൻ്റെ ആ ഒരു മൂഡ് മാറ്റാനായിട്ട് നിനക്ക് ഏത് ഫുഡാണ് വേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് എടുത്തു കൊടുക്കുന്നുണ്ട്. ആ സമയം തണ്ണാണെങ്കിൽ ഞാൻ ഏത് വേണമെന്ന് പറഞ്ഞാലും ഇവിടെ എനിക്ക് ചൂസ് ചെയ്യാനായിട്ട് ഒരു അവകാശം ഇല്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. സംഭവം ടൈഫൂണുമായിട്ട് തന്നെ കൊണ്ട് മാച്ച് നടത്തിപ്പിച്ചതിൻ്റെ ദേഷ്യമാണ് അവൻ കാണിക്കുന്നതെന്ന് കീനിന് മനസ്സിലാവുന്നുണ്ട്. അതേ ടൈമിൽ തന്നെ ഡാർവിനാണെങ്കിൽ കീനിൻ്റെ അടുത്ത് എൻ്റെ അച്ഛൻ കുറേ നേരമായിട്ട് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക, ഒന്ന് പോയി ഫുഡ് കഴിക്കാനായിട്ട് വിളിച്ചുകൊണ്ട് വരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ കീനാണെങ്കിൽ തണ്ണിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അവനാണെങ്കിൽ നേരെ പെച്ചിനെ വിളിക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. അതേസമയം പെച്ച് ആരോ ആയിട്ട് എന്ത് പൈസയുടെ കാര്യം എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ കോൾ കിട്ടിയ ടൈമിനാണ് കറക്റ്റ് കീൻ വരുന്നത്. കീനിനെ കാണുന്നതും പെച്ച് പറയുന്നുണ്ട്, നീ ഇങ്ങോട്ടേക്ക് വന്നത് നന്നായി, ഇതാ ഇപ്പം കഴിഞ്ഞ മാച്ചിൽ നിനക്കുള്ള പൈസ ഇതാണെന്നും പറഞ്ഞിട്ട് അവൻ്റെ ക്യാഷ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ മറ്റൊരു ഹാപ്പി ന്യൂസ് ഉണ്ടെന്നും പറഞ്ഞിട്ട് വീണ്ടും നമുക്ക് തണ്ണിന് വേണ്ടിയിട്ട് ഒരു മാച്ച് സെറ്റായിട്ടുണ്ട്. അത് പിന്നെ ടൈഫൂണിൻ്റെ മാനേജറാണ് വിളിച്ചത്. ടൈഫൂണുമായിട്ട് അടുത്ത മാസം വീണ്ടും ഒരു മാച്ച് വെക്കാനാണ് പറഞ്ഞേക്കുന്നത്. അതിന് ഞാൻ പറഞ്ഞ അത്രയും പൈസ അയാൾ തരാമെന്നും പറഞ്ഞു. ഞാൻ 3.5 ലക്ഷമാണ് ചോദിച്ചത്, അയാൾ സമ്മതിച്ചു എന്ന് പറയുന്നുണ്ട്. ആ സമയം ടൈഫൂണുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തണ്ണിന് ശരിക്കും താല്പര്യമില്ലാന്ന് ഇപ്പം കീനിന് ശരിക്കും മനസ്സിലായതുകൊണ്ട് തന്നെ കീനിനും എന്തോ അതിലേക്ക് തണ്ണിനെ വലിച്ചിടണമെന്ന് ആഗ്രഹമില്ല. അതുകൊണ്ട് തന്നെ പെച്ചിൻ്റെ അടുത്ത് നമുക്കത് വേണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. എന്നാൽ പെച്ചാണെങ്കിൽ ആ കാര്യം മനസ്സിലാക്കാത്തതുകൊണ്ട് തന്നെ അതൊന്നും കുഴപ്പമില്ലെന്നേ, അവൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് നേരെ കീനിനെ വിളിച്ചിട്ട് തണ്ണിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു കാര്യം പറയുന്നുണ്ട്. കേൾക്കുമ്പോൾ ബാക്കിയുള്ളവർ സന്തോഷിക്കുന്നുണ്ട്, കാരണം 3.5 ലക്ഷം രൂപയാണ് തണ്ണ് ജയിച്ചാൽ കിട്ടാൻ പോകുന്നത്. എന്നാൽ തണ്ണിന് സന്തോഷമാകുന്നില്ല. തൊട്ടടുത്ത് കീൻ നിൽക്കുന്ന കാണുമ്പോൾ ഇതും മിക്കവാറും കീൻ ഒപ്പിച്ച പരിപാടിയായിരിക്കും എന്ന് തണ്ണ് വിചാരിക്കുന്നുണ്ട്. പെച്ചു കൂടെ പറയുന്നുണ്ട് കീൻ കാരണമാണ് നമുക്ക് ഈ മാച്ച് കിട്ടിയെന്ന്. തണ്ണിനപ്പോൾ കൂടുതൽ ദേഷ്യം വരുന്നുണ്ട്.
കീനിനത് മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. അതേസമയം തണ്ണാണെങ്കിൽ പിന്നെ വേറൊന്നും പറയാൻ നിൽക്കുന്നില്ല. അവിടെ നിന്ന് ദേഷ്യത്തിൽ എഴുന്നേറ്റ് പോകുന്നുണ്ട്. ബാക്കിയുള്ളവർ ഇവനിത് എന്താ പറ്റിയെന്ന് ഇങ്ങനെ ആദ്യം പറയുന്നുണ്ട്. എന്നാൽ ഒന്നും ഉണ്ടാകത്തില്ല എന്ന് എഴുതിയിട്ട് പെച്ചിനെ വിളിച്ചിരുത്തി ഫുഡ് കഴിക്കുകയാണ്. എന്നാൽ കീനാണെങ്കിൽ നേരെ തണ്ണിൻ്റെ അടുത്തേക്ക് പോയിട്ട്, എനിക്കറിയാം നിനക്ക് ടൈഫൂണുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ താല്പര്യമില്ലെന്ന്, ഇത് ഞാനായിട്ട് കൊണ്ടുവന്ന കാര്യമല്ല, ടൈഫൂണിൻ്റെ മാനേജറായിട്ട് പെച്ചിനെ കോൾ ചെയ്തതാ, ഞാനാണെങ്കിൽ അങ്കിളിനോട് സംസാരിക്കാം, നീയാണെങ്കിൽ താല്പര്യമില്ലെങ്കിൽ ഇതിൽ കയറാൻ നിൽക്കണ്ട, സത്യമായിട്ടും ഞാനല്ലേ ചെയ്തതെന്ന് പറയുന്നുണ്ട്. ആ സമയം തണ്ണാണെങ്കിൽ, നീ ഇതിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇല്ലേന്ന് അറിയാനായിട്ട് ഞാൻ എപ്പോഴും നിന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അതേ ടൈമിൽ തന്നെ കീനിൻ്റെ അച്ഛൻ കടം വാങ്ങിച്ച ആ ഒരാൾക്കാർ കീനിനെ വിളിക്കുന്നുണ്ട്. എന്നാൽ കീനാണെങ്കിൽ അവരുടെ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അടുത്ത് പിന്നീട് കാണിക്കുന്ന ടൈഫൂണിനെയാണ്. അവനിപ്പോൾ അടിയൊക്കെ കിട്ടിയിട്ട് ബെഡിലിങ്ങനെ കിടക്കുന്നുണ്ട്. അവന് ബോധം വരുമ്പോൾ തൊട്ടടുത്ത് അവൻ്റെ മാനേജർ ഇരിക്കുന്നുണ്ട്. അയാൾ പറയുന്നുണ്ട്, നിൻ്റെ അടുത്ത് ഞാൻ മര്യാദയ്ക്ക് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞല്ലേ, എന്നിട്ട് നീ നിനക്ക് ജയിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടല്ലേ തണ്ണിൻ്റെ അടുത്തേക്ക് പോയത് എന്നിങ്ങനെ പറയുന്ന സമയത്ത് ടൈഫൂണാണെങ്കിൽ, അത് പിന്നെ തണ്ണിൻ്റെ അടിയെല്ലാം എനിക്ക് താങ്ങാൻ പറ്റുമെന്നും തിരിച്ചടിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചത്, ഇങ്ങനെയായി പോകുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറയുമ്പോൾ മാനേജറാണെങ്കിൽ, നീ വെറുതെ നിൻ്റെ തോന്നിവാസം കാണിച്ചിട്ട് നമ്മുടെ ക്യാമ്പിൻ്റെ പേര് കളയരുത്, മര്യാദയ്ക്ക് എല്ലാം പ്രാക്ടീസ് ചെയ്തിട്ട് വേണം പോകാനായിട്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം ടൈഫൂൺ സോറി ചോദിക്കുന്നുണ്ട്. അയാളപ്പോൾ അടുത്ത മാച്ചിൽ നിന്നെ ഇങ്ങനെ കാണാനായിട്ട് എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് അതിനുവേണ്ടി നീ എന്താ ചെയ്യേണ്ടത് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം കീനാണെങ്കിൽ ആ കടം കൊടുക്കാനുള്ള മുവേ എന്ന് പറഞ്ഞിട്ടുള്ള ലേഡീനെ കാണാനായിട്ട് പോകുന്നുണ്ട്. അവന് കിട്ടിയ പൈസ ആ ലേഡിക്ക് കൊടുക്കുന്നുണ്ട്. അവനാണെങ്കിൽ കുറച്ചായിട്ട് ഓരോ മാസമാണ് പൈസ അടയ്ക്കുന്നത്. അങ്ങനെ ആ പൈസ കിട്ടുമ്പോൾ ആ ലേഡി ആണെങ്കിൽ, കണ്ടില്ലേ നിനക്ക് എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും, അതുകൊണ്ട് തന്നെ അടുത്ത മാസം കറക്റ്റ് ടൈമിന് പൈസ കൊണ്ട് തരാനായിട്ട് പറയുന്നുണ്ട്. പിന്നീട് കീനാണെങ്കിൽ തിരിച്ച് അങ്ങ് ക്യാമ്പിലേക്ക് എത്തുമ്പോഴത്തേക്കും അവിടെ എയ്റ്റും പെച്ചും ഡാർവിനും ഒക്കെ തന്നെ കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അവരാണെങ്കിൽ തണ്ണിനെയായിരുന്നു കോൾ ചെയ്യുന്നുണ്ടായിരുന്നത്. എന്നാൽ തണ്ണിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവരപ്പോൾ കീനിൻ്റെ കൂടെ മേ ബി തണ്ണ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നാൽ കീൻ വരുമ്പോഴത്തേക്കും അവൻ്റെ കൂടെ ഇല്ലയെന്നാവുമ്പോഴത്തേക്കും ഇവർ വിചാരിക്കുന്നുണ്ട് തണ്ണിത് എവിടെയാണ് പോയത്. ആ സമയം കീൻ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഡാർവിനാണെങ്കിൽ അത് പിന്നെ അവൻ എവിടെയാണ് പോയെന്ന് അറിയത്തില്ല. ഫസ്റ്റ് വിളിച്ചപ്പോൾ കോൾ കട്ട് ചെയ്തു, പിന്നെ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. അവൻ എന്തിനുള്ള പുറപ്പാടാണെന്ന് ഒരു പിടിയില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം കീനിന് ഡൗട്ട് ഉള്ളതുകൊണ്ട് തന്നെ അവൻ്റെ ഡൗട്ട് പറയുന്നുണ്ട്. അതായത് തണ്ണിന് ടൈഫൂണുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ താല്പര്യമില്ല, അതുകൊണ്ടാവും അവൻ പോയതെന്ന്. ആ സമയം വെച്ച് അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ഡാർവിനും അതെ, അവന് താല്പര്യമില്ലായിരുന്നെങ്കിൽ എന്തിനാണ് അവൻ ഇന്നലെ ടൈഫൂണുമായിട്ട് ഫൈറ്റ് ചെയ്തത്? കീൻ, നീ എങ്ങാനും അവൻ്റെ അടുത്ത് പെർമിഷൻ ചോദിക്കാതെയാണോ ഈ ഒരു മാച്ചിൽ അവനെ ഇന്നലെ ചേർത്തത്? ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ കുറേ പ്രാവശ്യം അവൻ്റെ അടുത്ത് ചോദിച്ച് സമ്മതിപ്പിക്കണമെന്ന്, നീ അതുപോലും ചെയ്യാതെയാണ് ഇത്രയും കാര്യങ്ങൾ അറേഞ്ച് ചെയ്തത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം കീനാണെങ്കിൽ ഒന്നും പറയുന്നില്ല, അവൻ എന്ത് പറയണമെന്ന് അറിയത്തില്ല. ആ സമയം അവരും ഇനിയിപ്പോൾ എന്ത് ചെയ്യും, അവനെ ഇനി എവിടെ പോയി കണ്ടുപിടിക്കുമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും കീനാണെങ്കിൽ, നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത മാസം വരാനായിട്ടിരിക്കുന്ന ടൈഫൂണുമായിട്ടുള്ള ഒരു മാച്ച് നമുക്ക് ക്യാൻസൽ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഡാർവിനാണെങ്കിൽ, ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ അതിന് നമ്മൾ അങ്ങോട്ട് എന്തുമാത്രം പൈസ കൊടുക്കണമെന്ന് വല്ലതും നിനക്കറിയാവോ? അതിനുള്ള പൈസ നമ്മൾ എവിടെ പോയി ഉണ്ടാക്കുമെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം വെച്ച് നമുക്ക് ഫസ്റ്റ് തണ്ണ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാം, എന്നിട്ട് ഫൈറ്റ് ക്യാൻസൽ ചെയ്യുന്നതിൻ്റെ കാര്യം നമുക്ക് ആലോചിക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം തണ്ണ് എവിടെയായിരിക്കും പോകാൻ ചാൻസ് എന്ന് അവരെല്ലാവരും ആലോചിക്കുന്നുണ്ട്. ആ സമയം കീനാണെങ്കിൽ അവൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും, വീട്ടിൽ പോകാൻ സാധ്യത ഉണ്ടാവോ എന്നിങ്ങനെ എയ്റ്റൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ വിളിച്ചു നോക്കുന്നുണ്ട് വീട്ടിലേക്ക്. പിന്നീട് കാണിക്കുന്നത് കുറച്ച് സമയം കഴിയുമ്പോൾ ക്ലാവോയുമായിട്ട് കീനാണെങ്കിൽ നേരെ തണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുന്നതാണ്. തണ്ണിൻ്റെ അമ്മേനെ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് തണ്ണിൻ്റെ അമ്മ അവനവിടെ ഇല്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ അത് പറഞ്ഞുകൊണ്ടേ തന്നെ അവൻ്റെ അമ്മ കോൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കീനിന് നല്ല ഡൗട്ടും ഉണ്ടായിരുന്നു അവൻ അവിടെ തന്നെ ഉണ്ടാവാനാണ് ചാൻസ് എന്ന്. അങ്ങനെ ആ ഒരു കാര്യവും പറഞ്ഞിട്ടാണ് ക്ലാവോനെ വിളിച്ചുകൊണ്ട് പോകുന്നത്. ആ സമയം ക്ലാവോ ചോദിക്കുന്നുണ്ട്, ഇവനെ അന്വേഷിച്ച് ഇത്രയും ദൂരം വരുന്നത് എന്താ, നിനക്ക് അവൻ ഇഷ്ടപ്പെടാമല്ലോ ചെയ്തോ, അവൻ നല്ല ഭംഗിയുള്ള ഹാൻസം ആയിട്ടുള്ള ചെക്കനാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ കീനിന് അതിനെന്തും മറുപടി പറഞ്ഞു അറിഞ്ഞൂടാത്തതുകൊണ്ട് തന്നെ ആളങ്ങ് സൈലൻ്റ് ആകുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവരാണെങ്കിൽ തണ്ണിൻ്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അവിടെ വന്ന് നോക്കുമ്പോഴത്തേക്കും നല്ല റിച്ച് വൈബൊക്കെ തരുന്നൊരു വീട്. അപ്പോൾ അവരിങ്ങനെ ആലോചിക്കുന്നുണ്ട്, തണ്ണി ഇത്ര റിച്ച് ആണെങ്കിൽ അവന് വീട്ടിൽ തന്നെ നിന്നാൽ പോരെ, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ബോക്സിംഗ് ഒക്കെ ചെയ്യുന്നതെന്ന്. ആ ടൈമിൽ കറക്റ്റ് തണ്ണിൻ്റെ അമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. തണ്ണിനെ അന്വേഷിച്ച് വന്നതെന്ന് മനസ്സിലായിട്ട് അവരുടെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങളടുത്ത് ഞാൻ നേരത്തെ ഫോണിൽ കൂടെ പറഞ്ഞതല്ലേ തണ്ണി ഇവിടെ ഇല്ല എന്നുള്ള കാര്യം. അങ്ങനെ അവരെ വിളിച്ചിട്ട് അകത്തേക്ക് ചെന്നിരിക്കുന്നുണ്ട്. ആ സമയം അങ്ങനെ പറഞ്ഞിട്ടും അവർ വന്നതിന് സോറി ചോദിക്കുന്നുണ്ട്. എന്നിട്ട് റീസൺ പറയുന്നുണ്ട്. അതായത് തണ്ണ് ഇന്നലെ രാത്രി തൊട്ട് അവിടെ ഇല്ല, അപ്പോൾ താമസിക്കാനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവൻ വീട്ടിലായിരിക്കും വന്നത് എന്ന് എഴുതിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയുന്നുണ്ട്. ആ സമയം അവൻ്റെ അമ്മ, അവനാണെങ്കിൽ വീട്ടിലേക്ക് വരാറില്ല, 10 വർഷം മുമ്പ് അവൻ എപ്പോഴാണോ ബോക്സിങ് ചെയ്യണമെന്നും പറഞ്ഞിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്, അതിനുശേഷം ഈ വീട്ടിലേക്ക് അവൻ തിരിച്ച് വന്നിട്ടുമില്ല, ഇനി വരാനും സാധ്യതയില്ല. പിന്നെ അവനിപ്പോൾ എന്തിനാണ് ക്യാമ്പിൽ നിന്ന് ഇറങ്ങിപ്പോയത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ കീനാണെങ്കിൽ, അത് പിന്നെ ഞാൻ അവിടെ ജോയിൻ ചെയ്തിട്ട് 1-2 ദിവസം ആയിട്ടേ ഉള്ളൂ, അപ്പോൾ നമ്മൾ തമ്മിൽ ഒരു ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ക്രിയേറ്റ് ആയെന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം തണ്ണിൻ്റെ അമ്മ, അപ്പോൾ നീ കാരണമാണല്ലേ പ്രശ്നം ഉണ്ടായത്, നിങ്ങൾക്കിനി വേറെ ഒന്നും അറിയണ്ടെങ്കിൽ പോകാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവർക്ക് അവിടെ നിന്ന് പോവേണ്ടി വരുന്നുണ്ട്.
അടുത്ത് വീണ്ടും ഇവരെ ക്യാമ്പ് കാണിക്കുമ്പോൾ അവിടെ ഇപ്പോൾ 8 ബോക്സിംഗ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടെ പെച്ച് നിൽക്കുന്നുണ്ട്. ആ സമയം പെച്ചിനൊരു കോൾ വരുന്നുണ്ട്. കോൾ വിളിക്കുന്ന ആൾ ഡാർവിൻ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണെന്നോ അങ്ങനെ എന്തോന്ന് പറയുന്നത്. അപ്പോൾ തൻ്റെ മകന് എന്തോ പ്രശ്നം ഉണ്ടായിന്ന് എഴുതിയിട്ട് പെച്ചാണെങ്കിൽ 8ൻ്റെ അടുത്തൊന്നും കാര്യം പറയുന്നില്ല. ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അയാൾ പെട്ടെന്ന് തന്നെ ടെൻഷനായിട്ട് പോകുന്നുണ്ട്. വീണ്ടും അടുത്ത് കീനിനെയും പിന്നെ ക്ലാവോനെയും കാണിക്കുമ്പോൾ അവർ കാറിൽ ഇരുന്നിട്ട് തിരിച്ചു പോകുന്ന ടൈമിന് കീൻ നോക്കുമ്പോൾ തണ്ണിൻ്റെ ഫാനായിട്ടുള്ളൊരു പയ്യൻ തണ്ണുമായിട്ട് നിന്ന് ഒരു ഫോട്ടോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നു. അത് കീൻ കാണുന്നുണ്ട്. കീനിന് മനസ്സിലാവുന്നുണ്ട് അത് അപ്പം എടുത്ത ഫോട്ടോയാണെന്ന്. അങ്ങനെ തണ്ണ് ഈ സ്ഥലത്തുണ്ടാവുമെന്ന് കരുതിയിട്ട് ഉടനെ തന്നെ ക്ലാവോയുടെ അടുത്ത് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. എന്നാൽ അതേ ടൈമിന് തന്നെ ക്ലാവോയ്ക്ക് ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഓഫീസിലേക്ക് അത്യാവശ്യമായിട്ട് ചെല്ലണം, ജോലിയുടെ ആവശ്യമുണ്ടെന്ന്. എന്നിട്ടടുത്ത് വീണ്ടും പെച്ചിനെ കാണിക്കുമ്പോൾ പെച്ചിപ്പോൾ ഏതൊരു ഓഫീസിൽ വന്ന് നിൽക്കുകയാണ്. ആ സമയം അങ്ങോട്ടേക്ക് ഡാർവിൻ വരുന്നുണ്ട്. ഡാർവിനാണെങ്കിൽ അച്ഛൻ എന്താ ഇവിടെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ പെച്ച് ഡാർവിനെ ഹഗ് ചെയ്തിട്ട് നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ, എനിക്ക് സമാധാനമായി എന്നൊക്കെ പറഞ്ഞിട്ട് അവന് ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ എന്തായാലും ഇപ്പോൾ സംഭവിച്ചത്, അതിനിപ്പോൾ ഇവിടെ എന്താ സംഭവം എന്നുള്ള രീതിയിൽ അവൻ നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ അച്ഛന് വന്ന കോളിൽ പോലീസ് സ്റ്റേഷനിലാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ വിചാരിച്ച പോലെ എന്തെങ്കിലും പ്രശ്നമൊന്നും ഉണ്ടായിട്ടുണ്ടാവത്തില്ല, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിക്കില്ല നടന്നത്. എന്തായാലും അവൻ്റെ അച്ഛനാണെങ്കിൽ ഈ പറയുന്ന കാര്യം എന്താണെന്ന് ഡാർവിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പിന്നീട് വീണ്ടും അടുത്ത് കീനിനെയും ക്ലാവോനെയും കാണിക്കുമ്പോൾ ക്ലാവോ കീനിനെ അവിടെ കൊണ്ടുവിടുന്നുണ്ട്. എന്നാൽ ക്ലാവോയ്ക്ക് പോവേണ്ട ആവശ്യമുള്ളതുകൊണ്ട് തന്നെ നിന്നെ വിളിക്കണമെങ്കിൽ നീ എന്നെ ഒന്ന് ഫോൺ ചെയ്താൽ മതി, ഞാൻ നിന്നെ ഒന്ന് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ കീനാണെങ്കിൽ ആ ഒരു സ്ഥലത്ത് ഫുള്ള് തണ്ണിനെ അന്വേഷിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. അതൊരു മാർക്കറ്റ് ഏരിയ ആയിരുന്നു. അങ്ങനെ അവിടെ മൊത്തം അന്വേഷിക്കുമ്പോഴത്തേക്കും തണ്ണിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത ആ ഒരു പയ്യൻ അവനെ അവിടെ വെച്ച് കാണുന്നുണ്ട്. അങ്ങനെ കീൻ നേരെ ആ ഒരു പയ്യൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് നീ കുറച്ച് മുമ്പേ തണ്ണിനെ മീറ്റ് ചെയ്തില്ലേ, അവൻ എങ്ങോട്ടേക്ക് പോയെന്ന് ചോദിക്കുമ്പോൾ ആ പയ്യനാണെങ്കിൽ ഇത് ആ വഴിക്കാണ് പോയെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവനാണെങ്കിൽ നേരെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അതേസമയം കീൻ കടം കൊടുത്ത് തീർക്കാനുള്ള ആ ഒരു ആൾക്കാരും അതുവഴി നടന്നു എന്ന് നമ്മളെ കാണിക്കുന്നുണ്ട്. അങ്ങനെ കീനാണെങ്കിൽ വീണ്ടും തണ്ണിനെ അന്വേഷിച്ചടക്കുമ്പോഴത്തേക്കും കീനിനെ കണ്ടിട്ട് പെട്ടെന്ന് തന്നെ തണ്ണ് അവനെ പിടിച്ച് മറ്റൊരിടത്ത് മറച്ചു നിർത്തുവാണ്. ആ സമയം കീനാണെങ്കിൽ നീ എവിടെ പോയിരിക്കുമായിരുന്നു ഇത്രയും നേരം, എല്ലാവരും നിന്നെക്കുറിച്ച് ഓർത്ത് എന്തുമാത്രം ടെൻഷൻ അടിച്ചു നിനക്ക് അറിയാമോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം തണ്ണാണെങ്കിൽ നീയൊന്നും മിണ്ടാതിരിക്കുക, നിൻ്റേതാ പൈസ വാങ്ങാനുള്ള ആൾക്കാർ ഇവിടെ മാർക്കറ്റിൽ തന്നെയുണ്ട്, അവർ നിന്നെ ഫോളോ ചെയ്യുമായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. കീനപ്പോൾ ഓക്കെ എന്നുള്ള രീതിയിൽ ഇരിക്കുന്നുണ്ട്. എന്നാൽ അവരിരുന്ന സ്ഥലത്തേക്ക് തന്നെ കറക്റ്റ് ആ ഒരു മൂവി എന്ന് പറഞ്ഞ ലേഡി വന്നായിരുന്നു. അങ്ങനെ ആ ലേഡീനെ കാണുന്നതും കീനാണെങ്കിൽ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആ ലേഡി പൈസ തരാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം കീൻ ഈ മാസത്തിൻ്റെ പൈസ ഞാൻ തന്നല്ലോ, അടുത്ത മാസം മതി എന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് എന്നിങ്ങനെ പറയുമ്പോൾ ആ ലേഡി അത് പിന്നെ നമ്മളിപ്പോൾ മീറ്റ് ചെയ്തില്ലേ, എനിക്ക് ആ പൈസ ഇപ്പം തന്നെ വേണമെന്ന് പറയുന്നുണ്ട്. ആ സമയം കീൻ തരാൻ സൗകര്യമില്ല എന്ന് പറയുമ്പോൾ ആ ലേഡി അങ്ങനെയാണല്ലേ ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ആ ലേഡിയുടെ കൂടെയുള്ള ഒരാൾക്കാരെയൊക്കെ കീനിനെ ഉപദ്രവിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് പക്ഷേ കീനിൻ്റെ കൈയും പിടിച്ച് തന്നെ അവിടെ നിന്ന് ഓടിപ്പോകുന്നുമുണ്ട്. ആ ഒരു ആൾക്കാരും പുറകെ പോകുന്നുണ്ട്. മാർക്കറ്റിൻ്റെ പുറത്തെത്തുമ്പോഴത്തേക്കും തണ്ണി കീനിൻ്റെ അടുത്ത് അവർ നിന്നെ കാണുമെന്നറിയാമെങ്കിൽ പിന്നെ നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അതുവരെ ഞാൻ നിന്നെ അന്വേഷിച്ച് വന്നതാണെന്ന് കീൻ തിരിച്ച് പറയുന്നുണ്ട്. ആ സമയം തന്നെ ആൾക്കാർ പുറത്തെത്തുന്നുണ്ടായിരുന്നു. ഇവർക്കിങ്ങനെ എസ്കേപ്പ് ആകാൻ വഴിയില്ലാത്തതുകൊണ്ട് അവിടെ വെച്ച് തന്നെ ഇവരോട് നല്ല ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ടൈമിന് ഇതാണെങ്കിൽ കണ്ടുകൊണ്ട് കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്. ഇവർ ഫൈറ്റ് ചെയ്യുന്നത് ഒരു കടയുടെ മുന്നിൽ വെച്ചായിരുന്നു. അടി അളക്കുമ്പോഴത്തേക്കും അവിടെ ഫ്രണ്ടിലുള്ള സാധനങ്ങളെല്ലാം പൊട്ടുന്നൊക്കെ ഉണ്ടായിരുന്നു. അതേ ടൈമിൽ തന്നെ ആ ഒരു മൂവി എന്ന് പറഞ്ഞ ലേഡി ഈ ഫൈറ്റിൽ ഇടപെട്ടില്ല. പകരം അവർ പോലീസുകാരെ വിളിച്ചിട്ട് ഈ 2 പയ്യന്മാർ എൻ്റെ ആൾക്കാരെ അടിക്കുകയൊക്കെ ചെയ്തു, ആ കടയിലെ സാധനങ്ങൾ നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കെതിരെ കേസ് കൊടുത്ത് ഉടനെ തന്നെ പോലീസുകാർ അവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. പോലീസ് ഒന്ന് നോക്കുമ്പോഴത്തേക്ക് കാണുന്നത് ശരിയാണ്, ആ ഒരു കടയുടെ ഓണറായിട്ടുള്ള ലേഡിയും അതെ ഇവന്മാരിവിടെ ഫൈറ്റ് ഉണ്ടാക്കി എൻ്റെ കട നശിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം കീനാണെങ്കിൽ അതിന് ഞങ്ങൾ എന്താ ചെയ്തതെന്ന് ആ ലേഡിയോട് ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്. എന്നാൽ പോലീസുകാർ ഒന്നും കേൾക്കാൻ നിൽക്കുന്നില്ല. ഉടനെ തന്നെ ഇവർ കുറ്റക്കാരെന്നുള്ള രീതിയിൽ കീനിൻ്റെയും തണ്ണിൻ്റെയും കയ്യിൽ വിലങ്ങ് വെച്ച് അവരെ വണ്ടിയിലേക്ക് കയറ്റി ഇരുത്തുന്നുണ്ട്. അവരെ ഇരുത്തുന്നത് സീറ്റിലല്ല, മറിച്ച് പുറകിൽ ഈ സാധനങ്ങളൊക്കെ വെക്കുന്ന പോലത്തെ ഏരിയ ഉണ്ടല്ലോ, ഡിക്കി എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ അതുപോലെ വരുന്നൊരു ഏരിയ തന്നെ അവിടെ ആയിട്ട് ഇരുത്തുന്നുണ്ട്. എന്നിട്ട് പോലീസുകാർ വണ്ടി എടുക്കാനായിട്ട് തുടങ്ങുന്നതും കീനിന് പിന്നെ ദേഷ്യം വന്നിട്ട് ഞങ്ങളൊന്നും ചെയ്തില്ല എന്ന് പറയുന്നുണ്ട്. തണ്ണാ സമയം നീ ഒന്നും മിണ്ടാതിരിക്കാൻ പറയുമ്പോൾ കീൻ എന്തോ പറയാനായിട്ട് വരുന്നുണ്ട് തണ്ണിൻ്റെ അടുത്ത്. എന്നാൽ പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതും അവർ വിടാനായിട്ട് പോകുന്നുണ്ട്. തണ്ണാണെങ്കിൽ കീനിൻ്റെ പുറത്തോട്ട് ചെന്ന് വീഴുന്നുണ്ട്. കിസ് ചെയ്യാൻ പോകുന്ന പോലെ തന്നെ അത്രയും ക്ലോസ് ആയിട്ട് അവർ ഇരിക്കുന്നതുകൊണ്ട് അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ആയിട്ട് ബൈ.